ഭൂമിയിലെ എല്ലാ സസ്തനികളെക്കാളും ഏറ്റവും ദൈർഘ്യമേറിയ ഗർഭകാലം ആനകൾക്കാണ്. ഏതാണ്ട് 22 മാസങ്ങളാണ് ഇവയുടെ ഗർഭകാലം. അതായത് ഏകദേശം 1 വർഷവും 10 മാസവും. മനുഷ്യരെ പോലെ ആനകൾക്കും വികാരങ്ങളുണ്ട്. അവർ ദുഃഖം, സന്തോഷം, കോപം, വാത്സല്യം എന്നിവ പ്രകടിപ്പിക്കും. ഒരു കൂട്ടത്തിലെ അംഗം മരിച്ചാൽ അവർ ദുഃഖാചരണം നടത്തുകയും മൃതദേഹം കല്ലുകളും ചില്ലകളും ഉപയോഗിച്ച് മൂടാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പതിവാണ്. ആനകൾക്ക് മികച്ച കേൾവിശക്തിയുണ്ട്. എന്നാൽ അവരുടെ പാദങ്ങൾ വഴി നിലത്തുണ്ടാകുന്ന താഴ്ന്ന ആവൃത്തിയിലുള്ള ശബ്ദതരംഗങ്ങൾ തിരിച്ചറിയാൻ കഴിയും. ദൂരെയുള്ള മറ്റ് ആനകളുടെ വിളികൾ, മഴയുടെയോ ഇടിമിന്നലിന്റെയോ ശബ്ദങ്ങൾ എന്നിവ ഇങ്ങനെ അറിയാൻ സാധിക്കും. ആനകൾക്ക് അവരുടെ തുമ്പിക്കൈയിൽ ഒരേ സമയം 8 ലിറ്റർ വരെ വെള്ളം സംഭരിക്കാൻ കഴിയും. ആനക്കൂട്ടങ്ങളെ നയിക്കുന്നത് സാധാരണയായി ഏറ്റവും പ്രായം കൂടിയതും പരിചയസമ്പന്നയുമുള്ള ഒരു പെണ്ണാനയായിരിക്കും. കൂട്ടത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ജലസ്രോതസ്സുകൾ, തീറ്റസ്ഥലങ്ങൾ, സുരക്ഷിതമായ വഴികൾ എന്നിവയുടെ എല്ലാം അറിവ് ഈ ആനയ്ക്കുണ്ടാകും. നിലവിൽ ലോകത്ത് ആനകളുടെ 3 പ്രധാന ഇനങ്ങളുണ്ട്. ആഫ്രിക്കൻ ബുഷ് എലിഫന്റ്, ഇത് ഏറ്റവും വലിപ്പമേറിയ ഇനമാണ്. ആഫ്രിക്കൻ ഫോറസ്റ്റ് എലിഫന്റ്, ബുഷ് എലിഫന്റിനേക്കാൾ ചെറുതും ഇരുണ്ട ചർമ്മവുമുള്ളതാണിത്. ഏഷ്യൻ എലിഫന്റ്, ഇന്ത്യയിലും ഏഷ്യയുടെ തെക്ക് കിഴക്കൻ ഭാഗങ്ങളിലും ഇത് കാണപ്പെടുന്നു. ആനകൾ പൂർണ്ണമായും സസ്യഭുക്കുകളാണ്. ദിവസത്തിന്റെ ഏകദേശം 80% സമയവും അവർ ഭക്ഷണം കഴിക്കാനായി ചിലവഴിക്കുന്നു. ഒരു മുതിർന്ന ആന ദിവസേന 150 കിലോഗ്രാമിലധികം സസ്യങ്ങൾ ഭക്ഷിക്കും. ദിവസവും 100 മുതൽ 200 ലിറ്റർ വരെ വെള്ളം കുടിക്കും. മനുഷ്യന്റെ അമിതമായ ഇടപെടൽ മൂലം ആനകളുടെ വാസസ്ഥലങ്ങൾ നഷ്ടപ്പെടുകയും അവ നാട്ടിലിറങ്ങുകയും കൃഷിനാശത്തിനും ജീവനാശത്തിനും ഇടയാക്കുകയും ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള ആനകളുടെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ഓഗസ്റ്റ് 12 ലോക ആന ദിനമായി ആചരിക്കുന്നു. ആനകളെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.